നമസ്കാരം. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്ത്. റിപ്പോർട്ടിൽ മലയാള സിനിമാ ലോകത്ത് വൻ ലൈംഗിക ചൂഷണമെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനം സെപ്റ്റംബർ 7-ന്. റഷ്യൻ സൈന്യത്തിന് നേരെ യുക്രൈൻ ഷെല്ലാക്രമണം. തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടു. ദുരന്തബാധിതരുടെ വായ്പകൾ ബാങ്കുകൾ എഴുതി തള്ളണമെന്ന് മുഖ്യമന്ത്രി. ലാറ്ററൽ എൻട്രി ആദ്യം കൊണ്ടുവന്നത് UPA. രാഹുലിന് മറുപടിയായി BJP. വാർത്തകൾ വിശദമായി. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടു. ചലച്ചിത്ര രംഗത്തുള്ളവർ ആ മേഖലയിൽ മറ്റാരെയും വിലക്കാൻ പാടില്ലെന്ന് ജസ്റ്റിസ് K. ഹേമ കമ്മിറ്റിയുടെ ശുപാർശകളിൽ പറയുന്നു. സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ കടുത്ത വിവേചനം നേരിടുന്നെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട്. അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട്. ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളതെന്നും റിപ്പോർട്ട് പറയുന്നു. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെട്ടുവെന്നാണ് മറ്റൊരു വിമർശനം. മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറായത് ഭയത്തോടെയാണ്. അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്ന് മൊഴി കിട്ടി. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത നിലയാണ്. അങ്ങനെ പരാതി നൽകിയാൽ പ്രത്യാഘാതം ഭീകരമെന്ന ഭീഷണിയാണ് ഉണ്ടാവുന്നത്. സോഷ്യൽ മീഡിയ ആക്രമണവും പരാതി നൽകാതിരിക്കാൻ കാരണമാണ്. സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നുവെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. മലയാള സിനിമ ചിലരുടെ കൈകളിലാണെന്നും റിപ്പോർട്ട് പറയുന്നു. ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ ഈ താരങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു. സ്ത്രീകൾ എന്തിനും വഴങ്ങുമെന്ന പൊതു കാഴ്ചപ്പാട് സിനിമാ രംഗത്തുണ്ട്. സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയെന്നാണ് പ്രചാരണം. നടിമാർ പണമുണ്ടാക്കാൻ വരുന്നവരാണെന്നും ആരുടെ കൂടെയും കിടക്ക പങ്കിടുമെന്ന പൊതുബോധവും നിലവിലുണ്ട്. പ്രശ്നക്കാരിയെന്ന് തോന്നിയാൽ ഈ താരങ്ങളെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. അഭിനയത്തോട് അഭിനിവേശമുള്ള പലരും അതിക്രമങ്ങൾ നിശബ്ദമായി സഹിച്ചു. അതിക്രമം നേരിട്ട ഒരു നടിയുടെ അനുഭവം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിക്രമം നടത്തിയ ആളിനൊപ്പം തന്നെ പിറ്റേന്ന് ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നുവെന്നും അയാളുടെ മുഖം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് 17 റീടേക്ക് പോകേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ സംവിധായകൻ ശകാരിച്ചുവെന്നും മൊഴിയിൽ പറയുന്നു. ഇടുക്കി രൂപത 4ാമത് മരിയൻ തീർത്ഥാടനം സെപ്റ്റംബർ 7-ാം തീയതി ശനിയാഴ്ച നടക്കും. രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ നിന്നും രാജകുമാരി ദൈവമാതാ തീർത്ഥാടന ദേവാലയത്തിലേക്ക് കാൽനടയായാണ് തീർത്ഥാടനം നടക്കുന്നത്. തീർത്ഥാടനത്തിന്റെ വിജയത്തിനായുള്ള ആലോചന യോഗം രാജാക്കാട് ക്രിസ്തുരാജ പാരിഷ് ഹാളിൽ ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടനം വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ ഊർജമാണ്. സഭയുടെയും സമൂഹത്തിന്റെയും പൊതുവായ ആവശ്യങ്ങൾ തീർത്ഥാടനത്തിന്റെ നിയോഗങ്ങളായി സ്വീകരിച്ച് വിശ്വാസ സമൂഹം ത്യാഗപൂർവ്വം യാത്ര ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹം സമൃദ്ധമായി ലഭ്യമാകും. ത്യാഗപൂർണമായ ആത്മീയ അനുഷ്ഠാനങ്ങളാണ് വിശ്വാസത്തിൽ നമ്മെ ആഴപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടനത്തിന്റെ ഭാഗമായി അടിമാലി സെന്റ് ജൂഡ് ഫൊറോന ദേവാലയത്തിൽ നിന്നും സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ കാൽനട തീർത്ഥാടനം ആരംഭിക്കും. അടിമാലി, കൂമ്പൻപാറ, തോക്കുപാറ, ആനച്ചാൽ, കുഞ്ചിത്തണ്ണി, എല്ലക്കൽ വഴിയാണ് തീർത്ഥാടനം രാജക്കാട് പള്ളിയിൽ എത്തിച്ചേരുന്നത്. തീർത്ഥാടനത്തിന്റെ ക്രമീകരണത്തിനായി വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, മോൺസിഞ്ഞോർ അബ്രാഹം പുറയാറ്റ്, രാജക്കാട് ഫൊറാന വികാരി ഫാദർ മാത്യു കരോട്ടു കൊച്ചറയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത്. ഫാദർ ജെയിംസ് ചൗരാങ്കുഴിയിൽ, ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ഫാദർ ജോൺ മുണ്ടൈക്കാട്, സിസ്റ്റർ ആനിപ്പോൾ CMC, സിസ്റ്റർ ലിറ്റി SABS, ശ്രീ ജോർജ് കോയിക്കൽ, ശ്രീ ജെറിൻ പാട്ടാങ്കുളം, ശ്രീ സിജോ ഇലന്തൂർ, ബിജു പെരിയപ്പിള്ളിൽ, അഗസ്തി കരോട്ടേൽ, ജെയ്സൺ ഒറ്റപ്ലാക്കൽ, മനോജ് ഇല്ലിക്കുന്നേൽ, ബിനോയി കൂനമ്മാക്കൽ,
ജോണി റാത്തപ്പിള്ളിൽ, ജോസ് ഇടവഴിക്കൽ, ജോസ് കൈമറ്റത്തിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് തസ്തികകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി നിയമങ്ങളെ വിമർശിച്ച രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി BJP. വിഷയത്തിൽ കോൺഗ്രസ് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ഈ രീതി ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്നും BJP മറുപടി നൽകി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് കോൺഗ്രസിനും രാഹുലിനും മറുപടിയായി രംഗത്ത് വന്നത്. 2005 UPA ഭരണകാലത്ത് വീരപ്പ മൊയ്ലി അധ്യക്ഷനായ കമ്മീഷനുണ്ടായിരുന്ന കാര്യം ഓർമ്മിപ്പിച്ചായിരുന്നു മറുപടി. വീരപ്പ മൊയ്ലി അധ്യക്ഷനായ രണ്ടാമത്തെ അഡ്മിൻ റിഫോംസ് കമ്മീഷൻ ലാറ്ററൽ എൻട്രി എന്ന ആശയം മുന്നോട്ട് വച്ചിരുന്നു. UPA സർക്കാർ കൊണ്ടുവന്ന ഈ ശുപാർശ നടപ്പിലാക്കാനാണ് NDA ശ്രമിക്കുന്നതെന്നും ഈ രീതി ഭരണ സംവിധാനത്തെ കൂടുതൽ മികവുറ്റതാക്കുമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. IAS തസ്തികകളെ മോദി സർക്കാർ സ്വകാര്യവത്കരിക്കുകയാണെന്നും RSS വഴി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന പ്രക്രിയയാണിതെന്നുമായിരുന്നു ലാറ്ററൽ എൻട്രിയിൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. UPSC വഴി ഉദ്യോഗസ്ഥർ നിയമിതരാകേണ്ട ജോയിന്റ് സെക്രട്ടറിമാരുടെയും ഡയറക്ടർമാരുടെയും ഡെപ്യൂട്ടി സെക്രട്ടറിമാരുടെയും സ്ഥാനങ്ങളിലേക്കാണ് ലാറ്ററൽ എൻട്രി വഴി നിയമനം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് പകരം രാഷ്ട്രീയ സ്വയം സേവിക് സംഘത്തിലൂടെ പൊതുപ്രവർത്തകരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി ഭരണഘടനയെ ആക്രമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മന്ത്രാലയങ്ങളിലെ സുപ്രധാന തസ്തികകളിൽ ലാറ്ററൽ എൻട്രി വഴി നിയമനം നടത്തി SC, ST, OBC വിഭാഗങ്ങളുടെ സംവരണം പരസ്യമായി തട്ടിയെടുക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. IAS ഉദ്യോഗസ്ഥരെ നിയമിതരാകേണ്ട തസ്തികകളിൽ ഇത്തരത്തിൽ കരാർ നിയമനം നടക്കുന്നത് UPSCക്ക് തയ്യാറെടുക്കുന്ന പ്രതിഭകളായ യുവാക്കളുടെ അവകാശങ്ങൾ കവർന്നെടുക്കലാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. പ്രതികരണത്തിൽ കോർപ്പറേറ്റുകൾ സർക്കാർ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വരുന്നുവെന്നും രാഹുൽ ആരോപിച്ചു. ചില കോർപ്പറേറ്റുകളുടെ പ്രതിനിധികൾ പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ കൈവശം വെച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്നതിൻ്റെ പ്രധാന ഉദാഹരണമാണ് സിബി. അവിടെ ആദ്യമായി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഒരാളെ ചെയർപേഴ്സണാക്കിയെന്നും രാഹുൽ വിമർശിച്ചു. ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും. ഓഗസ്റ്റ് 9-നാണ് PG വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടത്. കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ സഞ്ജയ് റോയ് എന്നയാൾ പോലീസ് പിടിയിലായിരുന്നു. വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിനു മുന്നിൽ ഫുട്ബോൾ ആരാധകർ പ്രതിഷേധിച്ചു. PG വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ എമർജൻസി വാർഡ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ CBI CD ലേസർ മാപ്പിംഗ് നടത്തി. ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ CBI ഇന്നലെയും ചോദ്യം ചെയ്തു. അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ അറിയില്ലെന്നും ഘോഷ് മൊഴി നൽകി. യുവതിയുടെ കൂടെ രാത്രി ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർമാരിലൊരാൾ ബംഗാളിലെ പ്രമുഖ നേതാവിന്റെ മകനാണെന്ന പ്രചാരണവും കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ തള്ളി. ബംഗാളിൽ 43 ഡോക്ടർമാരെ സ്ഥലം മാറ്റിയ നടപടി വിവാദമായി. പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തതിനാലാണ് സ്ഥലം മാറ്റിയെന്ന് യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട് അസോസിയേഷൻ ആരോപിച്ചു. അതിനിടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് പത്മ അവാർഡ് നേടിയ 70-ലധികം ഡോക്ടർമാർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. കൊൽക്കത്തയിലെ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് കത്ത്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. നിലവിലുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കണമെന്നും ആശുപത്രികളുടെയും ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും കത്തിൽ പറയുന്നു. ഡോക്ടർമാർക്കും ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ 2019 ബിൽ തയ്യാറാക്കിയെങ്കിലും പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കാത്ത കാര്യവും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബിൽ പാസ്സായാൽ മാത്രമേ ആരോഗ്യ മേഖലയിലുള്ളവർക്ക് ഭയമില്ലാതെ ജോലി ചെയ്യാൻ കഴിയൂ എന്നും കത്തിൽ വ്യക്തമാക്കി. റഷ്യൻ സൈനിക സംഘത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കല്ലൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. സംഭവത്തിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് ലഭിക്കുമെന്ന് റഷ്യയിൽ നിന്നുള്ള മലയാളി സംഘടനകൾ അറിയിച്ചു. കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ സന്ദീപാണ് റഷ്യൻ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നത്. സന്ദീപ് ഉൾപ്പെട്ട 12-അംഗ റഷ്യൻ പട്ടാള പെട്രോളിംഗ് സംഘം കൊല്ലപ്പെട്ടതായും ആശുപത്രിയിൽ മൃതദേഹങ്ങൾ റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും കല്ലൂരിലെ വീട്ടിൽ വിവരം ലഭിച്ചു. സന്ദീപും മലയാളികളായ മറ്റ് 7 പേരും റഷ്യയിലേക്ക് പോയത് മോസ്കോയിൽ റെസ്റ്റോറൻറ്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതമാണെന്നും സന്ദീപ് അറിയിച്ചിരുന്നു. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പാസ്പോർട്ടും ഫോണും കളഞ്ഞുപോയെന്ന് സന്ദീപ് പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നു. എന്നാൽ സന്ദീപ് റഷ്യൻ പൗരത്വം സ്വീകരിച്ചതായും സൈന്യത്തിൽ ചേർന്നതായും വിവരമുണ്ട്. പൗരത്വം ലഭിക്കുന്നതിന് സൈന്യത്തിൽ ചേരുന്ന സമ്പ്രദായം റഷ്യയിലുണ്ട്.
പൗരത്വ പ്രശ്നം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും എംബസി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. റഷ്യൻ അതിർത്തിയിലെ റെസ്റ്റോവിൽ സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിനു നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി ഗ്രൂപ്പുകളിൽ വാട്സപ്പ് സന്ദേശം പ്രചരിച്ചതോടെയാണ് വിഷയം നാട്ടിലറിയുന്നത്. സന്ദീപിനെക്കുറിച്ച് വിവരങ്ങൾ അറിയണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. നോർക്ക വഴി റഷ്യയിലെ ഇന്ത്യൻ എംബസിയിലും ബന്ധുക്കൾ വിവരം തേടിയിട്ടുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയും മുൻ മാനേജറുമായ മദ ജയകുമാർ പിടിയിൽ. തെലങ്കാനയിൽ നിന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ പിടികൂടിയത്. ബാങ്കിലെ 42 അക്കൗണ്ടുകളിൽ നിന്നായി 26.24 കിലോ സ്വർണം കടത്തിയെന്നാണ് ഇയാൾക്കെതിരെ പരാതി. മദ ജയകുമാറിനെ കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയെങ്കിലും ജോലിക്ക് കയറിയിരുന്നില്ല. വടകര ശാഖയിൽ പുതുതായി വന്ന മാനേജർ നടത്തിയ കണക്കെടുപ്പിലാണ് മുക്കുപണ്ടം വെച്ച് തട്ടിപ്പ് നടത്തിയ വിവരം പുറത്തുവരുന്നത്. സ്വകാര്യ സ്ഥാപനത്തിന്റെ സ്വർണമാണ് മുക്കുപണ്ടം വെച്ച് തട്ടിയെടുത്തത്. 2021 ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ എഡോഡി ശാഖയിൽ മദ ജയകുമാർ മാനേജറായി എത്തിയത്. ജൂലൈയിലാണ് പാലാരിവട്ടം ശാഖയിലേക്ക് സ്ഥലം മാറ്റിയത്. വടകര ശാഖയിലെ ഇപ്പോഴത്തെ മാനേജർ ഈസ്റ്റ് പള്ളൂർ സ്വദേശി ഇർഷാദിന്റെ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശത്തിൽ ആരോപണങ്ങൾ മദ ജയകുമാർ നിഷേധിച്ചിരുന്നു. ഒളിവിൽ പോയിട്ടില്ലെന്നും അവധിയിൽ പ്രവേശിച്ചതാണെന്നും മദ ജയകുമാർ വ്യക്തമാക്കി. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സ്വർണമാണ് പണയം വെച്ചതെന്നും സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് കാർഷിക ഗോൾഡ് ലോൺ നൽകിയതെന്നുമായിരുന്നു മദ ജയകുമാറിന്റെ പ്രധാന വിശദീകരണം. അവധിയെടുക്കുന്ന വിവരം ഇമെയിലിലൂടെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. കേസിൽ തനിക്ക് ബന്ധമില്ലെന്നും മദ ജയകുമാർ പറഞ്ഞു. ആരോപണങ്ങൾ പോലീസ് അന്വേഷിക്കും. മദ ജയകുമാറിനെ ചോദ്യം ചെയ്താലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പകൾ ബാങ്കുകൾ പൂർണ്ണമായും എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലിശ ഇളവ്, തിരിച്ചടവിനുള്ള കാലാവധി നീട്ടൽ ഇതൊന്നും പരിഹാര മാർഗമല്ല. ദുരന്തം നടന്ന പ്രദേശത്തെ മുഴുവൻ കടങ്ങളും പൂർണ്ണമായും എഴുതിത്തള്ളണം. കടബാധ്യത സർക്കാർ ഏറ്റെടുക്കേണ്ട അവസ്ഥ ഇല്ല. ബാങ്കുകൾ തന്നെ അത് വഹിക്കണം. ബാങ്കുകൾക്ക് താങ്ങാവുന്ന തുക മാത്രമേ വായ്പ ഇനത്തിലുള്ളൂവെന്നും മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കൃഷിഭൂമിയുടെ രൂപം തന്നെ മാറിയിരിക്കുന്ന സ്ഥിതിയാണ് വയനാട്ടിലുള്ളത്. തുടർവാസമോ കൃഷിയോ ഈ പ്രദേശങ്ങളിൽ സാധ്യമല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കർഷക കുടുംബങ്ങൾ കൂടുതലുള്ള പ്രദേശത്തെ മിക്കവരും വായ്പ എടുത്തിട്ടുണ്ട്. വീട് നിർമ്മിക്കാൻ ലോൺ എടുത്തവർക്ക് വീട് തന്നെ ഇല്ലാതായി. തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. മാതൃകാപരമായ നടപടികൾ ബാങ്കുകൾ സ്വീകരിക്കണം. കേരള ബാങ്ക് അതിൽ മാതൃക കാണിച്ചു. ദുരിതബാധിതർക്കുള്ള സഹായധനത്തിൽ കൈയിട്ട് വാരിയ ഗ്രാമീണ ബാങ്ക് നടപടി ശരിയല്ലെന്നും നടപടികൾ യന്ത്രികമായി മാറരുതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. കേരള ബാങ്കിന്റെ മാതൃക എല്ലാവരും സ്വീകരിക്കണം. പലിശ ഇളവ്, തിരിച്ചടവ്, കാലാവധി നീട്ടൽ തുടങ്ങിയവ പരിഹാരമാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാർ ദുരന്തബാധിതർക്ക് നൽകിയ അടിയന്തര സഹായത്തിൽ നിന്ന് EMI തുക പിടിച്ച കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടിയെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. സഹായധനത്തിൽ നിന്ന് EMI പിടിച്ചത് ശരിയായില്ല. ബാങ്കുകൾ ഈ ഘട്ടത്തിൽ യാന്ത്രികമാകരുതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിനിടെ വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള സർക്കാരിന്റെ അടിയന്തര ധനസഹായം അക്കൗണ്ടിൽ വന്നതിന് പിന്നാലെ വായ്പാ EMI പിടിച്ച സംഭവത്തിൽ കേരള ഗ്രാമീൺ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തം. ദുരിതബാധിതരുടെ പണം അക്കൗണ്ടിൽ നിന്നും പിടിച്ച ബാങ്ക് മാനേജർ മാപ്പ് പറയണമെന്ന് DYFI ആവശ്യപ്പെട്ടു. അതുണ്ടായില്ലെങ്കിൽ ബാങ്കിനെതിരെ ക്യാമ്പയിൻ നടത്തും. പൊതുസമൂഹത്തോട് ബാങ്കിന് കടപ്പാടില്ലേ എന്നും DYFI ചോദിച്ചു. പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചില്ലെങ്കിൽ ജില്ലയിലെ സകല ബ്രാഞ്ചിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും DYFI, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, യുവമോർച്ച സംഘടനകൾ അറിയിച്ചു. ജോ ബൈഡന്റെ പിന്മാറ്റത്തിനും മത്സരരംഗത്തേക്കുള്ള കമലാ ഹാരിസിന്റെ വൈകിയുള്ള കടന്നുവരവിനുമിടയിൽ ഡെമോക്രാറ്റുകൾക്ക് ആശ്വാസകരമാകുന്ന വാർത്തകളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനേക്കാൾ നേരിയ പോയിന്റിന് മുന്നിലാണ് നിലവിൽ കമലയെന്നാണ് പോൾ സർവേ സൂചിപ്പിക്കുന്നത്. ഇന്ന് രാത്രിയോടെ ദേശീയ കൺവെൻഷൻ ആരംഭിക്കാനിരിക്കെ കമല ഹാരിസിന്റെ മുന്നേറ്റം ഡെമോക്രാറ്റുകൾക്ക് ചെറുതല്ലാത്ത ഊർജ്ജം നൽകുന്നുണ്ട്. ഇന്ന് നടക്കുന്ന കൺവെൻഷനിലാകും കമല ഔദ്യോഗികമായ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നോമിനേറ്റ് ചെയ്യപ്പെടുക. ഏറ്റവും പുതിയ പോൾ പ്രകാരം കമല ഹാരിസിന് 49 പോയിന്റാണുള്ളത്. 45 പോയിന്റാണ് ട്രംപിനുള്ളത്.
കഴിഞ്ഞ ജൂലൈയിലെ പോളിൽ ട്രംപിന് 43 പോയിന്റും ബൈഡന് 42 പോയിന്റുമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രവാചനാതീതമായ മിഷിഗൺ, പെൻസിൽവാനിയ, വിസ്കോയിൻ, നോർത്ത് കരോലിന, ജോർജിയ, അരിസോണ, നൊവാഡ എന്നീ 7 സ്റ്റേറ്റുകളിലാകും പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകുക. ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഈ സ്റ്റേറ്റുകളിലെല്ലാം അടിത്തട്ടുകളിൽ നിന്ന് തന്നെ ഹാരിസ് പിന്തുണ നേടിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് നടക്കുന്ന കൺവെൻഷന്റെ തുടർ സംവാദങ്ങളിലും കമല ഹാരിസിന് നിലവിലെ ലീഡ് നിലനിർത്താനായാൽ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തുമെന്നാണ് സൂചനകൾ. അതേസമയം കമല ഹാരിസിനെതിരെ വ്യക്തി അധിക്ഷേപവുമായി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഒരു ഇലക്ഷൻ റാലിയിൽ വെച്ച് കമലയുടെ രൂപത്തെ പരിഹസിച്ചുകൊണ്ടാണ് ട്രംപ് രംഗത്തെത്തിയത്. ടൈം മാഗസിന്റെ കവർ ചിത്രമായി വന്ന കമലയുടെ ഫോട്ടോഗ്രാഫിനെ കളിയാക്കുകയായിരുന്നു ട്രംപ്. ഈ ഫോട്ടോ കണ്ടപ്പോൾ കമലയേക്കാൾ ഭംഗി തനിക്കുണ്ടെന്ന് തോന്നി. കമലയുടെ ഫോട്ടോ ഒന്നിനും കൊള്ളില്ലാത്തതുകൊണ്ടും മാഗസിന്റെ പബ്ലിഷർമാർക്ക് നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരാളെ കൊണ്ടുവരേണ്ടി വന്നുവെന്നും ട്രംപ് പരിഹസിച്ചു. ജസ്ന തിരോധാന കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ CBI സംഘം ചൊവ്വാഴ്ച മുണ്ടക്കയത്തെത്തും. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടെന്ന് പറഞ്ഞ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ മൊഴി CBI രേഖപ്പെടുത്തും. ഇത് സംബന്ധിച്ച നിർദ്ദേശം ജീവനക്കാരിക്ക് അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. ഇന്നു രാവിലെ ഇവരുമായി ഫോണിൽ സംസാരിച്ച CBI സംഘം പ്രാഥമിക വിവരങ്ങളെല്ലാം ശേഖരിച്ചു. ജീവനക്കാരിയുടെ മൊഴിക്ക് എത്രമാത്രം വിശ്വാസ്യതയുണ്ടെന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ലോഡ്ജ് ഉടമയെയും CBI ചോദ്യം ചെയ്യും. ലോഡ്ജിന്റെ രജിസ്റ്റർ പിടിച്ചെടുത്ത് പരിശോധിക്കാനാണ് നീക്കം. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടെന്ന കഴിഞ്ഞ ദിവസമാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി വെളിപ്പെടുത്തിയത്. ലോഡ്ജിൽ വെച്ച് കണ്ടത് ജസ്നയാണെന്ന് മനസ്സിലായത് പിന്നീട് പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണെന്നും ലോഡ്ജ് ഉടമയുടെ ഭീഷണിയെ തുടർന്നാണ് ഇക്കാര്യം അന്ന് വെളിപ്പെടുത്താതിരുന്നതുമെന്നാണ് ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അന്ന് ലോഡ്ജിൽ ഒരു പയ്യൻ ജസ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നതായും 3-4 മണിക്കൂർ ഇവർ അവിടെ ചെലവഴിച്ചെന്നും ജീവനക്കാരി പറഞ്ഞു. അതേസമയം മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലും ആരോപണവും തെറ്റാണെന്നും തന്നോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നുമായിരുന്നു ലോഡ്ജ് ഉടമയുടെ പ്രതികരണം. അതേസമയം ലോഡ്ജ് ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ ജസ്നയുടെ പിതാവ് ജെയിംസും തള്ളിയിരുന്നു. അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും കേസിൽ CBI കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് പറഞ്ഞു. PK ശശിക്കെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദ്ദേഹം നിലവിലെ ചുമതലകളിൽ അതുപോലെ തുടരും. നിലവിൽ PK ശശി ജില്ലാ കമ്മിറ്റി അംഗമാണെന്നും ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന വാർത്തയെക്കുറിച്ച് PK ശശിയോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. രാജിവെക്കേണ്ട കാര്യമില്ല. പാർട്ടിക്കകത്തെ ശുദ്ധീകരണം തുടർച്ചയായ പ്രക്രിയയാണ്. ഇപ്പോൾ PK ശശിക്കെതിരെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. PK ശശിക്കെതിരായ നടപടിയെക്കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. ഇന്നലെ എന്താണ് തീരുമാനമുണ്ടായതെന്ന് താൻ അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കമ്മിറ്റി അംഗമായ PK ശശിയെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് തീരുമാനിച്ചത്. മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേടുണ്ടോ എന്ന ആരോപണങ്ങളാണ് ശശിക്കെതിരെ ഉയർന്നത്. പിന്നാലെ PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്നും വിവരമുണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ നടപടിക്കെതിരെ സംസ്ഥാന സമിതിയെ സമീപിക്കാനും നീക്കമുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നതാണ് നല്ലത്. ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നതിൽ ആർക്കാണ് ഭയപ്പെടേണ്ട കാര്യമുള്ളത് എന്നും അദ്ദേഹം ചോദിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.